ഇതേപോലെ 20 ചോദ്യങ്ങൾ വെച്ച് 45 മാർക്ക് ഉറപ്പ് തരുന്ന ഒരു വീഡിയോ ഞാൻ മോഡൽ എക്സാമിന് പോസ്റ്റ് ചെയ്തായിരുന്നു. സോ ആ മോഡൽ എക്സാമിന് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ പരിശോധിക്കണം. എറൗണ്ട് 43 മാർക്കിന്റെ ചോദ്യമാണ്. 43 മാർക്കിന്റെ ചോദ്യമാണ് അതിൽ നിന്നും മാത്രം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വന്നത്. ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. 22-ാം തീയതിയാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ +1 ഫിസിക്സിന്റെ പരീക്ഷ എന്ന് പറയുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഗംഭീരമായി തന്നെ പഠിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ നിങ്ങൾക്ക് വേണ്ടി 3 ക്രൂഷ്യലായ ലൈവാണ് സൈലം നൽകുന്നത്. അതിൽ ആദ്യത്തെ ലൈവ് എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം 20-ാം തീയതിയാണ് ലൈവ്. 100% ഷുവർ ക്വസ്റ്റ്യൻസും ആയിട്ടാണ് 20-ാം തീയതി ഞാനും ജസീൽ സാറും വരുന്നത്. അതിനുശേഷം 21-ാം തീയതി കലാശക്കൊട്ടുണ്ടായിരിക്കും. 5 മണിക്കായിരിക്കും കലാശക്കൊട്ട് എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്രീം ക്വസ്റ്റ്യൻസ് ആണ് കലാശക്കൊട്ടിൽ ഉണ്ടാവുക. അതിനുശേഷം 22-ാം തീയതി രാവിലെ കൃത്യം 6 മണിക്ക് എക്സാം ബൂസ്റ്റർ ഊണി ഉണ്ടായിരിക്കും. ഈ പറയുന്ന 3 ലൈവിലും വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ ചോദ്യങ്ങളും വ്യത്യസ്തമാണ്. സോ 3 ലൈവും കണ്ടൊരു കുട്ടിക്കാണ് മുഴുവൻ മാർക്കും ഉറപ്പിക്കാൻ സാധിക്കുക. ഒരു മടിയും കൂടാതെ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കാം. 100% മാർക്ക് നമ്മൾ ഉറപ്പ് നൽകുകയാണ്. റൈറ്റ്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 25 ചോദ്യങ്ങളാണ്. 45 മാർക്കാണ് ഉറപ്പ് നൽകുന്നത്. ഇതേപോലെ 20 ചോദ്യങ്ങൾ വെച്ച് 45 മാർക്ക് ഉറപ്പ് തരുന്ന ഒരു വീഡിയോ ഞാൻ മോഡൽ എക്സാമിന് പോസ്റ്റ് ചെയ്തായിരുന്നു. സോ ആ മോഡൽ എക്സാമിന് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് തന്നെ പരിശോധിക്കണം. എറൗണ്ട് 43 മാർക്കിന്റെ ചോദ്യമാണ്. 43 മാർക്കിന്റെ ചോദ്യമാണ് അതിൽ നിന്നും മാത്രം നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വന്നത്. ആ ഒരു വീഡിയോ 45 മാർക്കായിരുന്നു ഉറപ്പ് നൽകിയത്. അതിൽ നിന്ന് 43 മാർക്കിന്റെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതേ കാര്യം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. പബ്ലിക് എക്സാം ഓറിയന്റഡ് ആയിട്ട് അതുപോലൊരു വീഡിയോ ആയിട്ടാണ് അണ്ണൻ വരുന്നത്. എല്ലാ അനിയന്മാരും അനിയത്തിമാരും കൂടെ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതും ഒതന്റിക്കലി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. റൈറ്റ്, ഇത് നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ ചോദ്യ പേപ്പർ പരിശോധിച്ച് തന്നെയാണ്. ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും ഓണപരീക്ഷയൊക്കെ നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. റൈറ്റ്, തയ്യാറല്ലേ? എല്ലാവരും കൂടെ നിൽക്കണം. ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. പിന്നെ ഒരു കാര്യം തുടക്കത്തിലെ ഞാൻ പറയുന്ന കാര്യമാണ്, ഇത് മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോകരുത്. കാരണം ഇതിനകത്തുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. പക്ഷെ അത് മാത്രം പഠിച്ചു പോകരുത്. കാരണം നമ്മുടെ ലക്ഷ്യം ജസ്റ്റ് പാസ് അല്ല, മറിച്ച് ഏറ്റവും മികച്ച മാർക്ക് തന്നെ നമുക്ക് ഉറപ്പിക്കണം. അതിനാൽ തന്നെ ഇത് പഠിച്ചിട്ട് ബാക്കിയുള്ളവ പഠിക്കുക എന്ന സ്ട്രാറ്റജിയിലോട്ട് വരിക, എന്ന സ്ട്രാറ്റജി മനസ്സിൽ ഉറപ്പിക്കുക. സോ ലേറ്റ് ആക്കുന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഓറിയന്റഡ് ആയിട്ട് മനസ്സിലങ്ങ് ഉറപ്പിക്കേണ്ട ചോദ്യം. അപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ഓറിയന്റഡ് ആയ ചെക്കിംഗ് ദ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. ഞാൻ പലകുറി പറയാറുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ അതിൻ്റെ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഇവയൊക്കെയാണ്. ഇതിലേറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് മറ്റൊന്നിനുമല്ല, അത് ½ mgh തന്നെയാണ്. അതിന് പുറമെ ഇത്രയും ഇക്വേഷൻസിന് ഡയമെൻഷണൽ കറക്റ്റ്നെസ് എൻ്റെ അനിയന്മാരെ അനിയത്തിമാരെ നിങ്ങൾ ചെയ്യാൻ പഠിച്ചിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിച്ചിരിക്കണം. ഒരു കോംപ്രമൈസും അതിനകത്ത് വരുത്തരുത്. റൈറ്റ്, മുന്നോട്ട് പോവാം. യെസ്, അടുത്ത ചോദ്യത്തിലൂടെ 2ാമത്തെ ചോദ്യത്തിലൂടെ നടക്കുന്നു. ഡെഡ്യൂസിംഗ് ദ റിലേഷൻഷിപ്പ് എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഞാൻ ഈ പറയുന്ന മോഡൽ എക്സാമിന്റെ സമയത്ത് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ചോദ്യം വന്നിരുന്നു. സോ ഇവിടെയും ഞാൻ ആവർത്തിക്കാൻ പോവുകയാണ്. റിലേഷൻഷിപ്പ് ചോദിക്കാറുണ്ട്, ഡെറിവേഷൻ പോലെ ചോദിക്കാറുണ്ട്, അപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ് ഓറിയന്റഡ് ആയിട്ട്. മോഡൽ എക്സാമിന് ചോദിച്ചത് കൈനറ്റിക് എനർജി ആയിരുന്നു, നമ്മളത് പഠിച്ചതുമായിരുന്നു. അതിന് പുറമെ ഇനി വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ളത് ടൈം പീരീഡ് ഓഫ് പെൻഡുലം, സെൻട്രിപെഡൽ ഫോഴ്സ്, ഫ്രീക്വൻസി ഓഫ് സ്ട്രിങ്. സോ ഇത്രയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ഉള്ളത്. ഇതുമാത്രം വരുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ഈ മോഡൽസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഏത് എക്സാമ്പിൾ ചോദിച്ചാലും എൻ്റെ അനിയന്മാരെ അനിയത്തിമാരെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അഥവാ ഇതിൽ മാത്രം ഊന്നിയിട്ടാവരുത് പഠനം. ഏത് ചോദിച്ചാലും പ്രൊസീഡ് ചെയ്യാനുള്ള എബിലിറ്റി നിങ്ങൾക്ക് വേണം. പക്ഷേ ഇനീഷ്യലി ഫസ്റ്റ് പ്രയോറിറ്റി ഈ പറയുന്ന ഡെറിവേഷൻസിന് കൊടുക്കുക, ഈ പറയുന്ന ഡയമെൻഷണൽ അനാലിസിസിൻ്റെ അപ്ലിക്കേഷൻസിന് കൊടുക്കുക. സെറ്റ്. 3ാമത്തെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കുന്നു. 3rd ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മുടെ സ്വന്തം 2nd ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഉറപ്പിച്ച ചോദ്യമാണ്. ഈ പറയുന്ന ഇക്വേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യുക. എപ്പോഴും ചോദിക്കുന്നതാണ്. മോഡൽ എക്സാമിന് ചോദിച്ച S = UT + ½ ആണ്. അടുത്ത ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് B² = U² + 2as തന്നെയാണ്. സംശയം വേണ്ട. അതിന് പുറമെ B = U + AT കൂടി പഠിച്ചു വയ്ക്കുക. പിന്നെ പല കുട്ടികൾക്കുള്ള സംശയമാണ്, സാറേ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് ആവർത്തിക്കുമോ എന്ന കാര്യം പല കുട്ടികളും ചോദിക്കാറുണ്ട്. മക്കളെ, മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ പബ്ലിക് എക്സാമിന് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഒട്ടും അങ്ങനെ വരില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ സാധിക്കില്ല. അതുകൂടി പഠിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ. ചിലപ്പോൾ ചോദ്യം വന്നില്ലെങ്കിലും പ്രശ്നമില്ല, പഠിച്ചിട്ട് പോവുക. സേഫ് സൈഡ് നിങ്ങൾ എല്ലാവരും ആലോചിക്കുക. പഠിക്കാതെ പോയിട്ട് അതെങ്ങാനും പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. റൈറ്റ്, ഓക്കെ, അടുത്തലോട്ട് കിടക്കുന്നു.
ആ പറയുന്ന കൈനമാറ്റിക് ഇക്വേഷൻ ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽസ് ഉറപ്പാണ് മക്കളെ, അത് ഓറിയന്റഡ് ആയ കണക്കുകൾ നിങ്ങളുടെ ചോദ്യപേപ്പർ ഉണ്ടായിരിക്കും. പലരും പഠിച്ചിട്ട് പോകുന്ന ഡെറിവേഷൻ മാത്രമായിരിക്കും. പക്ഷെ ഡെറിവേഷനിൽ ഒതുങ്ങാതെ അത് ഓറിയന്റഡ് ആയ എല്ലാ ന്യൂമറിക്കൽസും എല്ലാ കണക്കുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം, ഒരു മടിയും കൂടാതെ തന്നെ. റൈറ്റ്. പല ഗ്രാഫുകൾ ഓറിയന്റഡ് ആയ കണക്കുകളാണ് ഗ്രാഫ് ഓറിയന്റഡ് ആയിട്ട്. റൈറ്റ്. ഗ്രാഫ് വരച്ചിട്ട്, അതായത് ഇപ്പോൾ സപ്പോസ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. സോ ഏത് ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്, ഓരോ ഗ്രാഫിന്റെ ഏരിയ എന്താണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞു വെക്കുക. സ്ലോപ്പ് അതുപോലെ തന്നെ ഏരിയ, ഈ കാര്യങ്ങളെ പറ്റി വ്യക്തത നിങ്ങൾക്ക് എല്ലാവർക്കും വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, മോഷൻ ഇൻ എ പ്ലെയിൻ. ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അത് 3 മാർക്കിന് ചോദ്യ പേപ്പറിൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് അണ്ണൻ പറയുന്നത്. സോ വളരെ പോസിബിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അനലിറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് r √a² പ്ലസ് b² പ്ലസ് 2ab cos θ വരാൻ സാധ്യതയുണ്ട്. ഇത് പഠിക്കുക, ഇത് അന്തസ്സായി മനസ്സിലാക്കി പഠിക്കുക. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ്. വെരി 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 മച്ച് ഇമ്പോർട്ടൻ്റ്. റൈറ്റ്. സെറ്റ്. മുന്നോട്ട് പോവാം. അടുത്തത് നെക്സ്റ്റ് ആ ചാപ്റ്റർ എന്നുള്ള ഡെറിവേഷൻസ് ആണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഡെറിവേഷൻസ് ആണ്. സോ ഇതിനകത്ത് ടൈം ഓഫ് ഫ്ലൈറ്റ് ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചാണ്. പക്ഷെ ബാക്കിയുള്ളവയിൽ നിങ്ങൾ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മെയിൻലി നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ 2 അണ്ണന്മാരാണ് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത്. ഇതിലേതെങ്കിലും ഒരു ചോദ്യം ചോദിക്കും. അതുപോലെ തന്നെ അടുത്തൊരെണ്ണം ഇവനും പ്രധാനപ്പെട്ടതാണ്. വളരെയധികം പോസിബിലിറ്റി നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇക്വേഷൻ ഓഫ് പ്രൊജക്റ്റൈൽ ഇന്നേ വരെ വലിയ രീതിയിൽ ചോദിച്ച് കാണാറില്ല. പക്ഷെ എങ്കിൽ പോലും അത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്, ഒരു സേഫ് സൈഡാണ്. കാരണം ആ ഒരു ഡെറിവേഷനും അത് ഓറിയൻറ്റഡ് ആയ ഒരു ന്യൂമറിക്കലും ചോദിച്ചാൽ കുഴഞ്ഞു പോകരുത്. അതും പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ ബാക്കിയുള്ളവയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുക, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കുക. റൈറ്റ്. അതായത് ഹൊറിസോണ്ടൽ റേഞ്ച് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിനാണ്. മാക്സിമം ഹൈറ്റ് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിനാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിനാണ് ചോദിക്കാറ്. റൈറ്റ്. ഇതിനകത്ത് ഞാൻ സെൻട്രിപ്പെഡൽ ആക്സലറേഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പഠിക്കേണ്ട എന്ന് ഞാൻ ഒരു കാരണവശാലും പറയില്ല. സെൻട്രിപ്പെഡൽ ആക്സലറേഷൻ കൂടി ഒന്ന് പഠിച്ചു വെച്ചോ, നല്ലത് തന്നെയാണ്. ആ 2 ഇക്വേഷൻസ് അതിനകത്ത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് AC = v²/r r⍵², രണ്ടും പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വൺ, അത് നമ്മുടെ സ്വന്തം ലോസ് ഓഫ് മോഷനിലോട്ടാണ് ഞാൻ നേരിട്ട് കടന്നു ചെല്ലുന്നത്. വേറെ ഒന്നിനെ പറ്റിയും ആലോചിക്കുക, നേരിട്ട് ലോസ് ഓഫ് മോഷനിലോട്ടാണ് കടന്നു ചെല്ലുന്നത്. പല കുട്ടികളും പറയാറുണ്ട്, സാറേ ബാങ്കിങ് ഓഫ് റോഡ് മോഡൽ എക്സാമിന് ചോദിച്ചു, പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയില്ലാലോ. ഒരു കാരണവശാലും ഈ ചോദ്യം അങ്ങനെ ഒഴിവാക്കാൻ സാധിക്കില്ല. മറിച്ച് ബാങ്കിങ് ഓഫ് റോഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ലെവൽ സർക്കുലർ റോഡ് പഠിച്ചിട്ട് പോവാം. അതായത് അതല്ലെങ്കിൽ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ലെവൽ സർക്കുലർ റോഡ്. സോ അത് പഠിച്ചിട്ട് പോവുക. ഇതിൻ്റെ കൂടെ തന്നെ ന്യൂമറിക്കൽസ് ചോദിക്കാം. രണ്ടും ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽസ് ചോദിക്കാം. ബാങ്കിങ് ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കലും ചോദിക്കാം, ലെവൽ സർക്കുലർ റോഡ് ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കലും പരീക്ഷകൾ ചോദിക്കാം. പല കുട്ടികളും വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഡെറിവേഷൻ അറിയാം, സാർ ന്യൂമറിക്കൽ അറിയില്ല എന്ന് പലരും പറയാറുണ്ട്. എന്തുകൊണ്ട് അറിയുന്നില്ല? ആ ഫോമിൽ അതുപോലെ എടുത്തെഴുതി അതിനകത്ത് പാരാമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ എന്ത് ബുദ്ധിമുട്ടാണ് അനിയത്തിമാരെ നിങ്ങൾക്കുള്ളത്? ഒരു ബുദ്ധിമുട്ടുമില്ല. കോൺഫിഡൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അത് മാത്രമേ പറയാനുള്ളൂ. റൈറ്റ്. അടുത്ത വർക്ക് എനർജി ആൻഡ് പവർ. ഇവിടെ ഞാൻ ആകെ ഇത് മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. അതിന് പുറമെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിൽ നിന്ന് പറഞ്ഞു തരാം. ആക്ച്വലി ക്വസ്റ്റ്യൻ വൈസ് ഞാൻ ഇത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. അതിന് പുറമെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. അതാണ് നമ്മുടെ സ്വന്തം റീകോയിൽ ഓറിയൻറ്റഡ് ആയ ചോദ്യം ചോദിക്കാം. റീകോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ റീകോയിൽ ഓഫ് ഗൺ ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് പരീക്ഷകളിൽ വരാറുണ്ട്. അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അത് ഓറിയൻറ്റഡ് ആയി ന്യൂമറിക്കൽസും ചോദിക്കാറുണ്ട് കേട്ടോ. പ്ലസ് ന്യൂമറിക്കൽസ് പരീക്ഷകൾ ചോദിക്കാറുണ്ട്. സിമിലർ വേ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, പിയുടെ കൺസർവേഷൻ ചോദിക്കാറുണ്ട്. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഓറിയൻറ്റഡ് ആയ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇവയൊന്നും വന്നില്ലെങ്കിലേ ഫ്രിക്ഷനിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യതയുള്ളൂ. സോ ഫ്രിക്ഷൻ കൂടി പഠിക്കുക. പക്ഷേ ഇവയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് വയ്ക്കുക കേട്ടോ. അടുത്തത് ടൈപ്സ് ഓഫ് വർക്ക് എനർജിയിൽ ഏറ്റവും സ്ഥിരമായി ചോദിച്ചു വരുന്ന ചോദ്യമാണ് ടൈപ്സ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഒരു കൺഫ്യൂഷനും വേണ്ട. 2 മാർക്കിനായിരിക്കും ടൈപ്സ് ഓഫ് വർക്ക് ചോദിക്കുക. കുറച്ച് എക്സാമ്പിളുകൾ നൽകിയിട്ട് ഏത് തരം വർക്കാണ്, പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ, 0 ആണോ എന്ന ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത മൊമെൻറ്റം കൈനറ്റിക് എനർജി റിലേഷൻഷിപ്പ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. P = √2mke. അതുപോലെ തന്നെ കൈനറ്റിക് എനർജി P²/2m. ഇങ്ങനെ റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കാറുണ്ട്. സോ അത് ഓറിയൻറ്റഡ് ആയി ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
നെക്സ്റ്റ് വൺ, പവർ. പവർ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് പവർ? പവറിനെ ഫോഴ്സിൻ്റെയും വെലോസിറ്റിൻ്റെയും ടേംസ് റെപ്രസെൻ്റ് ചെയ്യുക. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? നമുക്ക് മറ്റൊരു കാര്യം അറിയണം. ഒരു ഹോഴ്സ് പവർ ഈക്വൽ ടു 746 വാട്ടാണ്. കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇതിന് പുറമെ പവർ ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽ ചോദിക്കാം. പവർ ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽസ് ചോദിക്കാം. മനസ്സിരുത്തി പഠിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷകൾ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. അടുത്ത നെക്സ്റ്റ് വൺ, സിസ്റ്റം ഓഫ് പാർട്ടിക്കൽസ് ഓറിയന്റഡ് ആയ ക്വസ്റ്റൻ ആണ്. ഡെഡ്യൂസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെന്റ്. മോഡൽ എക്സാമിന് ചോദിച്ചു, എങ്കിലും ഇത് ചോദിക്കും. എൻ്റെ മനസ്സ് പറയുന്നു മോഡൽ എക്സാമിന് ചോദിച്ച് ചില ചോദ്യങ്ങൾക്ക് വീണ്ടും ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം ആ ചാപ്റ്റേഴ്സിൽ നിന്ന് അത് ചോദിക്കാനേ സാധ്യതയുള്ളൂ. ഉദാഹരണം, ലോസ് ഓഫ് മോഷനിൽ നിന്ന് ബാങ്കിങ് ഓഫ് റോഡിനാണ് ഏറ്റവും പോസിബിലിറ്റി ഉള്ളത്. കാരണം നിങ്ങൾ ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ആ ഒരു ചോദ്യം അവിടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഞാനൊന്നും ചോദ്യ പേപ്പർ കണ്ടിട്ടല്ല പറയുന്നത്. മറിച്ച് അവിടെ ഒരു പോസിബിലിറ്റി വലുതാണ്. സിമിലർ വേ കൈനമാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുക, അതെപ്പോഴും ചോദിക്കാറുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിന് വളരെ പ്രധാനപ്പെട്ടതാണ്. സിമിലർ വേ നമ്മുടെ സ്വന്തം സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് ഉറപ്പിച്ച ചോദ്യമാണിതെന്ന് പറയുന്നത്. ടോർക്ക് ആംഗുലർ മൊമെന്റം റിലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ഓറിയന്റഡ് ആയി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇങ്ങനെ കറങ്ങുന്ന കേസ് ഓഫ് ചോദ്യങ്ങളുണ്ടല്ലോ, അത് പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ടതാണ്. വെരി ഇമ്പോർട്ടൻ്റ്, റൈറ്റ്. അടുത്തത് ഗ്രാവിറ്റേഷൻ, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് ആൻഡ് ആൾട്ടിറ്റ്യൂഡ്. പരീക്ഷകളിൽ ചോദിച്ചത് ഓൾട്ടിറ്റ്യൂഡാണ്. സോ ഡെപ്ത് ചോദിക്കാനും ഓൾട്ടിറ്റ്യൂഡ് ചോദിക്കാനും പോസിബിലിറ്റി ഉണ്ട്. വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു റീജിയൻ അതെന്ന് പറയുന്നത്. ഇത് പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് കേട്ടോ. അടുത്ത എസ്കേപ്പ് ഫീൽഡ് 100% ഉറപ്പ് പറയുന്നു. 100% ഞാൻ ഉറപ്പ് പറയുന്ന ചോദ്യമാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അത്രത്തോളം തന്നെ പ്രധാനപ്പെട്ടതാണ് എസ്കേപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരു കോംപ്രമൈസും നിങ്ങൾ ഇതിനകത്ത് വരുത്തരുത്. അത്രത്തോളം പ്രധാനപ്പെട്ട, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പഠിച്ചു വെക്കണം, മനസ്സിരുത്തി പഠിച്ചു വെക്കണം ഓരോരുത്തരും. അടുത്തത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഞാൻ നേരെ ഇതിലോട്ട് എസ്കേപ്പ് സ്പീഡ് കഴിഞ്ഞാൽ നേരെ ഞാൻ കടന്നിരിക്കുന്ന ഫ്ലൂയിഡ്സിലോട്ടാണ്. സോ ഫ്ലൂയിഡ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അതുപോലെ തന്നെ പാസ്കൽസ് ലോന്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പാസ്കൽസ് ലോ അറിയാതെ ഒരിക്കലും ഹൈഡ്രോളിക് ലിഫ്റ്റ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. സോ പാസ്കൽസ് ലോ അറിയണം. സിമിലർ വേ ഇത് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ. പാസ്കൽസ് ലോ അപ്ലൈ ചെയ്യുന്ന പോലെ ന്യൂമറിക്കൽ ഉണ്ടല്ലോ, അതായത് ഒരു കാർ ഒരു സാധനത്തിന് മുകളിൽ വെച്ച കണക്കുള്ള ന്യൂമറിക്കൽസ് ഉണ്ട്. ഇതുപോലുള്ള ന്യൂമറിക്കൽസ് ലൈക്ക് ഇതുപോലുള്ള ന്യൂമറിക്കൽസ് ഉണ്ട്. ഇവിടെ ഒരു കാർ വെച്ച പോലെ ഉണ്ടാവും. ഇത്തരം ന്യൂമറിക്കൽസ് പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ലൈക്ക് ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷകളിൽ ചോദിക്കുന്നത്. അടുത്ത ചോദ്യം ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, 100% മാത്രമേ അതിൻ്റെ കൂടെ ഞാൻ ഇടുന്നുള്ളൂ. ബെർണോളിസ് പ്രൂഫ് വിത്ത് ഡയഗ്രാം 100% ഉറപ്പാണ്. ബെർണോളിസ് ഉണ്ട്. അവർ ചിലപ്പോൾ ചോദ്യ പേപ്പറിൽ തന്നെ ഇതുപോലൊരു ഡയഗ്രാം ചിലപ്പോൾ തരും, എന്നിട്ടായിരിക്കും ബാക്കി പരിപാടി അടക്കാം. സോ ചോദ്യ പേപ്പറിൽ തന്നെ ഇതുപോലൊരു ഡയഗ്രാം നൽകിയിട്ടായിരിക്കും അവർ ബാക്കിയുള്ള പരിപാടി ചോദിക്കുക, റൈറ്റ്. സോ എന്തായാലും ഗംഭീരമായിട്ട് പഠിച്ചു വെക്കണം. ബെർണോളിസ് ഇല്ലാത്ത ചോദ്യ പേപ്പർ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പഠിക്കേണ്ടതാണ്, അത്ര തന്നെ പ്രധാനപ്പെട്ടതാണ്. മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമുക്ക് എല്ലാവർക്കും അറിയാം. തെർമൽ പ്രോപ്പർട്ടീസ് ഒരു കാരണവശാലും ഒഴിവാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. എന്താണ് കൺവെക്ഷൻ, എന്താണ് കണ്ടക്ഷൻ, എന്താണ് റേഡിയേഷൻ? ഇതിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. കൺവെക്ഷൻ ഓറിയൻറ്റഡ് ആയി ചോദിക്കുമ്പോൾ സീ ബ്രീസ്, ലാൻഡ് ബ്രീസ് കൺവെക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട്. കണ്ടക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചോദിക്കുമ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. ഇവയ്ക്കൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കും. റേഡിയേഷൻ ആകുമ്പോൾ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് റേഡിയേഷൻ ചോദിക്കുക. അഥവാ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഏതാണ്? അത് റേഡിയേഷൻ ആണ്. അതിന് മീഡിയം ആവശ്യമില്ല. ലൈറ്റിൻ്റെ സ്പീഡിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ രൂപത്തിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ലൈക്ക് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടോ റേഡിയേഷൻ ഓറിയൻറ്റ്. പിന്നെ ബ്ലാക്ക് കളർ ഡ്രസ്സ് അതിനെപ്പറ്റി, അല്ലെങ്കിൽ കുക്കിംഗ് പോട്ട്സിൻ്റെ ഒക്കെ അടിഭാഗം ബ്ലാക്ക് കളറാണ്. സോ അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട്. അതാണ് റേഡിയേഷനിൽ അപ്ലിക്കേഷൻ ലെവലാണ് ചോദിക്കുക. ഇത് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റും അപ്ലിക്കേഷനും അതിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു വയ്ക്കണം. അടുത്ത് നമ്മുടെ സ്വന്തം ലേറ്റൻറ്റ് ഹീറ്റ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ വരും. എന്താണ് ലേറ്റൻറ്റ് ഹീറ്റ്? അതിൻ്റെ യൂണിറ്റ് എന്താണ്? അതിൻ്റെ ഡയമെൻഷൻ വേണ്ട, അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇക്വേഷൻ ചോദിക്കാറുണ്ട്. സിമിലർ വേ അടുത്ത അത് ഓറിയൻറ്റഡ് ആയ ഒരു ന്യൂമറിക്കൽ എന്തായാലും പ്രതീക്ഷിക്കുക. സിമിലർ വേ അടുത്തത് വർക്ക് ഡൺ ബൈ ഐസോതെർമൽ ആൻഡ് അഡയാബാറ്റിക് പ്രോസസ്. അഡയാബാറ്റിക് പ്രോസസ് പൊതുവേ പരീക്ഷകൾ കാണാത്ത ചോദ്യമാണ്. പക്ഷേ ഇത്തവണ മോഡൽ എക്സാമിന് ഐസോതെർമൽ ചോദിച്ചുകൊണ്ട് ഐസോതെർമൽ പിന്നെയും ചോദിക്കാൻ പോസിബിലിറ്റി ഉണ്ട്. എങ്കിലും അതിൻ്റെ കൂടെ തന്നെ അഡയാബാറ്റിക് പഠിച്ചു വയ്ക്കുക. അഡയാബാറ്റിക് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്കിനാണ് ചോദിക്കുക. പക്ഷേ അത് വലിയ ഡെറിവേഷനാണ്. ആക്ച്വലി 3 മാർക്കേ ഉള്ളൂ എങ്കിൽ പോലും അത് എഴുതി വരുമ്പോൾ വലിയ ഡെറിവേഷനാണ്. നിങ്ങൾക്കറിയാം, ഒരു കംപ്ലീറ്റ് പുറവും ചിലപ്പോൾ അടുത്ത പുറത്തിൻ്റെ പകുതി വരെയും നിങ്ങൾക്ക് എഴുതേണ്ടതായിട്ട് വരും. പക്ഷേ 3 മാർക്കിനാണ് ചോദ്യം ചോദിക്കുക. ഐസോതെർമൽ ആണെങ്കിലും 3 മാർക്കിനാണ് ചോദിക്കുക. പഠിച്ചു വയ്ക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നു 100%. നെക്സ്റ്റ് 100% അഷ്വറൻസ് ഉള്ള ചോദ്യമാണ്. 100% ഉറപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട
ഏറ്റവും വാലിഡായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് കാർനോട്ട് എഞ്ചിൻ. പഠിക്കണം. കാർനോട്ട് എഞ്ചിൻ എന്താണ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണ്, അതിൻ്റെ കാർനോട്ട് സൈക്കിൾ എന്താണ്, അതായത് പി വി ഡയഗ്രാം കൃത്യമായിട്ട് അറിയണം. ഇത് ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽ, എഫിഷ്യൻസി ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽസ്, ഇത്രയും കാര്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കുക. 100% ഷുവറാണ്, 100% ഷുവറാണ്. പഠിച്ചു തന്നെ പോകണം. കൈനറ്റിക് തിയറി, ഇക്യൂ പാർട്ടീഷൻ ഓഫ് എനർജി എന്തായാലും ചോദിക്കാറുണ്ട്. സിമിലർ വേ ഈ പറയുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്ന അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്നും പ്രൂവ് ചെയ്യാൻ പറയാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിരുത്തി പഠിക്കുക, 100% ഉറപ്പാണ്. പഠിച്ചു വെക്കണം. അടുത്തത് ടൈം പീരീഡ്. അടുത്ത 100 അല്ല 110% ഞാൻ ഉറപ്പ് പറയുന്നു. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ചോദിച്ചിരിക്കും. ഡിറൈവ് ദ എക്സ്പ്രഷൻ, റൈറ്റ് അല്ല, ഇത് ഇങ്ങനെ തന്നെ ചോദിക്കും കേട്ടോ. റൈറ്റ് ഒന്നും അല്ല തരിക, ഡിറൈവ് എന്ന് തന്നെ അന്തസ്സായിട്ട് തരും. ഡിറൈവ്, യെസ് ഡിറൈവ്. ശരിയെന്നായിപ്പോയല്ലോ, ശരിയല്ല മോനെ ദിനേശ. ഡിറൈവ് എന്ന് തന്നെ തരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കേണ്ടതാണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഓഫ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷകൾ ചോദിക്കും. എന്താണ് സെക്കൻഡ്സ് പെൻഡുലം, അതിൻ്റെ ലെങ്ത്തും ചോദിക്കാറുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ്, റൈറ്റ്. മറ്റൊരു ചോദ്യം, അതല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യം വെച്ചാൽ എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എക്സ്പ്രഷനും അതിനകത്തുള്ള ഓരോ ടേംസും എന്താണ്. അതുപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും പോസിബിലിറ്റി ഇതിനാണ്. ഇത് ചിലപ്പോൾ ചോദിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, റൈറ്റ്. അടുത്തത് സ്ട്രെച്ചഡ് സ്ട്രിങ്. 100% ഉറപ്പ് പറയാൻ സാധിക്കുന്ന അടുത്ത ചോദ്യമാണ് സ്ട്രെച്ചഡ് സ്ട്രിങ് എന്ന് പറയുന്നത്. സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ ചോദ്യം പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അന്തസ്സായി പഠിച്ചു വെക്കുക. ഒരു മടിയും കൂടാതെ, ഒരു സംശയവുമില്ലാതെ ഇത് പഠിക്കണം. 100% അഷ്വറൻസ് തരാൻ പറ്റുന്ന ചോദ്യമാണ്, പഠിക്കേണ്ട ചോദ്യമാണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വൺ. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്റ്റാൻഡിങ് വേവ് ഓറിയൻറ്റഡ് ആയ ചോദ്യമാണ്. ഓപ്പൺ പൈപ്പ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റൻ ആണ്. ഓപ്പൺ പൈപ്പിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1:2:3 ആണെന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യം പഠിക്കേണ്ടതാണ്. സോ ഇത്രയും ചോദ്യങ്ങൾക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഇവ പഠിച്ചാൽ തന്നെ ഒരു ഡബിൾ പാസ് മാർക്ക് നമുക്ക് ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ വന്നാൽ ഈ പറയുന്ന 45 മാർക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ടെൻഷനും വേണ്ട, കൂളായിരിക്കുക, കാമായിട്ടിരിക്കുക. ലൈവ് ക്ലാസ്സുകൾ ഒന്നും തന്നെ മിസ്സാക്കരുത്. ഗംഭീരമായിട്ട് പഠിക്കുക. കൂടെ ഉണ്ട് മക്കളെ. ഏറ്റവും മികച്ച മാർക്ക് തന്നെ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയിട്ടേ ഞങ്ങൾ വിശ്രമിക്കത്തുള്ളൂ. ഒരു സംശയവും വേണ്ട, അണ്ണൻ കൂടെ ഉണ്ട്. സോ ഗൈസ്, ലവ് യു ആൾ. ടേക്ക് കെയർ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈവ് മിസ്സാക്കരുത്. കാണാം.